വെള്ളം കഴിക്കാൻ നമ്മളോട് പറയും. Drinking water is healthy for good for your health. നമ്മുടെ ആരോഗ്യത്തിന് വെള്ളം കുടിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. In the same way, അതേ അവസ്ഥയിൽ തന്നെ smiling and laughing is healthier for you, good for you. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ചിരിയും ഉണ്ടായാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് അനുകൂല സാഹചര്യത്തെ ഉണ്ടാക്കി തരുകയാണ്. Hallelujah. ഹല്ലേലൂയ. Now, before going to the positive things, നമ്മൾ ആദ്യം പോസിറ്റീവ് അനുകൂലമായിരിക്കുന്ന കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് let us read few scriptures. നമുക്ക് ഒന്ന് രണ്ട് ദൈവത്തിന്റെ വാക്യങ്ങൾ, വചനത്തിൽ വാക്യങ്ങൾ വായിക്കാം. Quickly turn to Philippians 4. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ വരാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4:4. 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. Have you brought your Bible? നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും ഓർക്കുന്നു. ഫിലിപ്പിയർ 4:4. Rejoice in the Lord always. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ. And I say again I say rejoice. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിൻ. Paul is writing to the church. പൗലോസ് ദൈവസഭയ്ക്ക് എഴുതുകയാണ്. You are the church of the living God. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്, ആലയമാണ്. Therefore he says rejoice in the Lord. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൽ സന്തോഷിപ്പിൻ എന്ന് പറയുന്നത്. There is a joy that you yourself rejoice. നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ സന്തോഷമുണ്ടെങ്കിൽ നമുക്കത് ആനന്ദം നമ്മിൽ ഉണ്ടാകുവാനിടയാകും. Because of certain things that is happening, we rejoice. നമ്മുടെ ഉള്ളിൽ നമ്മിൽ ചിലത് സംഭവിക്കുന്നത് കൊണ്ട് നമ്മൾ സന്തോഷിക്കുവാനിടയാകും. So many times for a long time, if I have not met a brother, when I see him, I rejoice because I saw him. ഞാൻ ദീർഘനാളുകള് ബ്രദറെ കാണാതിരുന്നു കഴിഞ്ഞാൽ ഒത്തിരി നാളുകൾ കൂടി കാണുമ്പോൾ അത് വലിയ സന്തോഷം. Hug and wish and rejoice. ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിക്കുവാനിടയാകും. This verse is not talking about that. ഈ കാര്യങ്ങൾ അതിനെ കുറിച്ചല്ല പറയുന്നത്. This verse is talking about rejoicing in the Lord. ഈ വാക്യം പറയുന്നത് അതിനെ കുറിച്ചല്ല, പിന്നെ പറയുന്നത് ദൈവത്തിൽ കർത്താവിൽ സന്തോഷിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. Being in Christ Jesus, being in the Lord, there rejoice. യേശു ക്രിസ്തുവിലാകുകയും അവനിൽ തന്നെ വസിക്കുകയും ചെയ്തുകൊണ്ട് സന്തോഷിക്കുന്ന അനുഭവത്തെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. Hallelujah. So there is a difference in you just rejoicing. നിങ്ങൾ സന്തോഷിക്കുന്ന സന്തോഷവുമായി ഇതിന് ചില വ്യത്യാസമുണ്ട്. And rejoicing in the Lord is different thing. ദൈവത്തിൽ സന്തോഷിക്കുന്നതുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. So keep this in your mind. അതുകൊണ്ട് ഇത് നമ്മുടെ മനസ്സിൽ നമ്മൾ വളരെ വ്യക്തമായി സൂക്ഷിക്കുക. In Philippians ഫിലിപ്പിയ ലേഖനത്തിലേക്ക് chapter 3, അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ verse 1. അതിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും. 3:1. ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ. Enough. Finally, my brethren, rejoice in the Lord. ഇവിടെ പൗലോസ് പറയുന്നു, ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ. This is the second time. First time he is writing in the 3rd chapter, then again he says, again I say rejoice in the Lord. പൗലോസ് ആദ്യമായിട്ട് 1-ാമതിൽ വീണ്ടും വീണ്ടും പൗലോസ് ആവർത്തിച്ചെഴുതുകയാണ്, നിങ്ങൾ ദൈവത്തിൽ സന്തോഷിപ്പിൻ. Let us go to 1 Thessalonians. നമുക്ക് വീണ്ടും ഒരു വാക്യത്തിലേക്ക് വരാം. തെസ്സലോനിയ ലേഖനത്തിലേക്ക് വരാം. 1 തെസ്സലോനിയ ലേഖനത്തിലേക്ക് വരാം. Let me see whether it's in Thessalonians, 2nd Thessalonians or 1st Thessalonians. 4:16 or 5:16. 5. Chapter 5. 5 is there? Thessalonians 5:16. 1 തെസ്സലോനിയ ലേഖനം 5:16. Yes. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. No. Just one verse. 16. 16-ാം വാക്യം. എപ്പോഴും സന്തോഷിപ്പിൻ, Rest. ഇടപെടാതെ Right. പ്രാർത്ഥിപ്പിൻ. That is enough. This is a one scripture, okay? 5:16. In English, it is just one verse. ഇംഗ്ലീഷ് ബൈബിളിൽ അത് ഒറ്റ വാക്യമായിട്ടാണ്. Rejoice evermore, he has said. ഇവിടെ പറയുകയാണ്, എപ്പോഴും സന്തോഷിപ്പിൻ. Same writer. ഒരേ എഴുത്തുകാരൻ തന്നെയാണ് പൗലോസ് തന്നെ. He is writing to the Thessalonian church. തെസ്സലോനിയ സഭയ്ക്ക് എഴുതുകയാണ്. So totally we have seen 3 times one person, one writer writing to the church, rejoice. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു എഴുത്തുകാരൻ തന്നെ 3 പ്രാവശ്യം വീണ്ടും ആവർത്തിച്ച് സന്തോഷിപ്പിൻ എന്ന് ആവർത്തിച്ചെഴുതുകയാണ്. Rejoice always. എപ്പോഴും സന്തോഷിപ്പിൻ. Rejoice evermore. എന്നേക്കും സന്തോഷിപ്പിൻ. Hallelujah. So you have a job to do.
അതുകൊണ്ട് നമ്മൾക്ക് ഒരു പ്രവൃത്തി ജോലി As a ചെയ്യേണ്ടതുണ്ട്. Christian, you have a job to do. നമ്മൾ ക്രിസ്ത്യാനി ആകുന്നു എങ്കിൽ ഒരു ജോലി നമ്മൾ Whether ചെയ്യേണ്ടതുണ്ട്. you feel like doing it or not, you must do it. നമ്മൾ നമുക്കത് അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റത്തുള്ളൂ. And that is rejoicing. അത് മറ്റൊന്നുമല്ല, അത് സന്തോഷിക്കുന്ന ആ മനോഭാവം. Hallelujah. Hallelujah. When you rejoice, നമ്മൾ സന്തോഷിക്കുമ്പോൾ there is something that releases within you. നമ്മിൽ തന്നെ നമ്മൾ അറിയാതെ നമ്മിൽ തന്നെ ചിലത് പൊങ്ങി വരുവാൻ തുറന്നു വരുവാൻ ഇടയാകും. Are you hearing? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. When you rejoice, നമ്മൾ സന്തോഷിക്കുമ്പോൾ from inside, നമ്മുടെ ഉള്ളിൽ നിന്ന് something is released. എന്തോ ഒന്നത് ഉള്ളിൽ നിന്ന് പൊങ്ങി വരികയാണ്. What is that, you know? എന്താണെന്ന് അറിയുമോ? The living waters. മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്നത് ജലത്തിനാടിയാ പൊങ്ങി വരുന്നത്. You have the control over the living waters. നമ്മുടെ ഉള്ളിലുള്ള ജല നദിയുടെ മേൽ നമുക്ക് ആ നിയന്ത്രണമുള്ളത്. There is a tap. അവിടെ ഒരു ടാപ്പ് അതിനുണ്ട്. If you open the tap, നാം ആ ടാപ്പ് ഓപ്പൺ ചെയ്താൽ then the living water will flow. അന്നേരം ജീവജലം നമ്മിൽ നിന്ന് പുറത്തേക്ക് വരും. If you don't open the tap, നിങ്ങൾ ആ ടാപ്പ് തുറക്കുന്നില്ലെങ്കിൽ the living water will not flow. ഒരിക്കലും ജീവജലം പുറത്തേക്ക് വരത്തില്ല. So how do you open the tap? നാം എങ്ങനെയാണ് അത് തുറക്കുന്നത്? By starting to rejoice. ആ സന്തോഷിക്കുവാൻ ആരംഭിക്കുമ്പോഴാണ് നമ്മൾ ആ ജീവജലത്തിന്റെ ടാപ്പ് തുറക്കുവാൻ Hallelujah! I told you already that if anyone has the right to rejoice, it is only born again believers and servants of the living God. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആർക്കാ സന്തോഷിക്കാൻ കഴിയുന്നത്? ഈ ലോകത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഏക കൂട്ടരെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ദൈവജനമായിരിക്കുന്ന നാം ഓരോരുത്തരുമാണ്. Hallelujah! Devil has no right to rejoice. ഒരിക്കലും പിശാചിന് സന്തോഷിക്കുവാനുള്ള അവകാശമില്ല. Remember, അത് നിങ്ങൾ ഓർമ്മിക്കുക. the moment you got born again, നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം immediately വേഗത്തില് there was joy in the heaven. സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്ന ദൈവജനം പറയുക. Hallelujah! Amen. When you die, നിങ്ങൾ ഒരു വ്യക്തി മരിക്കുമ്പോൾ physically, ശാരീരികമായി the മരിക്കും. Bible says, ദൈവവചനം the പറയുന്നു, Lord rejoices over the death of His saints. ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതെന്ന് ദൈവവചനം. Hallelujah! Hallelujah. Your birth brings joy in heaven. നിങ്ങളുടെ ജനനം സ്വർഗത്തിൽ സന്തോഷമുണ്ടാക്കുന്നു. Your death brings joy to the Lord. നിങ്ങളുടെ മരണവും ദൈവത്തിന് സന്തോഷമുളവാക്കുന്നു. Therefore, അതുകൊണ്ട് it is your job between the birth and the death to continue to rejoice. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ ജോലിയാണ് ജീവിതത്തിനും മരണത്തിനും എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളത്. If you don't rejoice, നമ്മൾ സന്തോഷിക്കുന്നില്ല എങ്കിൽ I doubt that you are born again. എനിക്കൊരു സംശയമുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. സന്തോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് സംശയമുണ്ട്. Because കാരണം David talks about the joy of salvation. ഇവിടെ പറയുന്നത് രക്ഷയുടെ സന്തോഷമെന്ന് ദാവീദ് പറയുന്നത്. You are not taking your salvation so seriously, which is so great. നിങ്ങളുടെ ഉള്ളിലുള്ള രക്ഷയുടെ അനുഭവം നിങ്ങൾ ഗൗരവമായി എടുക്കുന്നില്ലെങ്കിൽ, If you take your salvation so great, then you will not stop rejoicing. നിങ്ങൾ നിങ്ങളുടെ രക്ഷ വലുതായി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ സന്തോഷിക്കാതിരിക്കത്തില്ല. നിങ്ങൾ എപ്പോഴും സന്തോഷിച്ചു. One of the reasons why you don't rejoice is you are not so careful or so serious about your salvation. നിങ്ങൾ സന്തോഷിക്കാതിരിക്കുന്നതിന്റെ ഒരു കാരണം ഞാൻ പറയാം, ആ രക്ഷയുടെ സന്തോഷം നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. Whenever you don't rejoice, then you check up whether you are saved and you are continuing in your salvation. നിങ്ങൾ മനസ്സിലാക്കുക, എപ്പോഴെങ്കിലും സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പരിശോധിക്കുക, രക്ഷയിലാണോ ആ രക്ഷയുടെ അനുഭവത്തിലാണോ നിങ്ങൾ തുടരുന്നത് പരിശോധിക്കുക. When you rejoice, നിങ്ങൾ സന്തോഷിക്കുമ്പോൾ that is the sign അത് ഈ സന്തോഷത്തിന്റെ അടയാളമായിട്ട് you are continuing in your salvation which the Lord has given you. നമുക്ക് മനസ്സിലാകുന്നത് ദൈവം നമുക്ക് നൽകിയ രക്ഷയിൽ നമ്മൾ തുടരുന്നു എന്നാണ് അത് മനസ്സിലാക്കുവാൻ ഇടയാകുന്നത്.